എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾ നോക്കൂ, ഇന്ന് എത്ര പരാതി വന്നിട്ടുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇന്ന് പുറത്തുവിട്ട് ഒരു കാസർഗോഡുള്ള ഒരു വിഷയത്തിൽ ഒരു കുടുംബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് പരിശോധിക്ക്. ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്, സ്വാഭാവികം ഞങ്ങളിത് കണക്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കണക്ക് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കള്ളക്കണക്കാണെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കള്ളക്കണക്ക് പൊളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നാണ് പി കെ ഗോപൻ CPI നേതാവിനോടൊപ്പം. പി കെ ഗോപൻ ഈ 64,000-ലേക്ക് ചുരുക്കിയത് അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ കണക്കുകൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവരുണ്ടാക്കിയ മാനദണ്ഡത്തിന് അപ്പുറത്തേക്കുള്ള മാനദണ്ഡം വെച്ചുള്ള കണക്ക് UDF ശേഖരിക്കുന്നുണ്ട്. ഞങ്ങൾ വെളിപ്പെടുത്തും. ഈ കുടുംബങ്ങളെ ഞങ്ങൾ അണിനിരത്തും. ഈ തട്ടിപ്പാണെന്നും ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ നാടകമാണെന്നും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് തെളിവുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അന്നേരം നിങ്ങൾ ചോദിക്കണം, ഈ ചോദ്യം ഇടതുപക്ഷത്തോട് ചോദിക്കണം, ഈ ആളില്ലേ എന്നുള്ളത്. അത് ഞങ്ങൾ സ്ക്രൂട്ടിനി ചെയ്യാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചിരുന്നു. അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കിട്ടിയിരിക്കുന്നു. നാളുകൾ നിങ്ങൾ നോക്കിക്കോ. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ രേഖകൾ, കൃത്യമായ ആളുകളുടെ വിവരങ്ങൾ, കൃത്യ ഡേറ്റകൾ ഞങ്ങൾ പുറത്തുവിടും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ജലരേഖ പറയുന്നതല്ല, കൈരേഖ നോക്കി പറയുന്നതല്ല. കാര്യങ്ങൾ പഠിച്ചും കണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും UDF ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തത്. അല്ലാതെ ആളുകളെ അതായത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് പി കെ ഗോപൻ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾക്ക് അതിദാരിദ്ര്യമുക്തി സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. വലിയ ശബ്ദത്തോടെയുള്ള പ്രഖ്യാപനം, മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാർ വന്ന് താരതമ്യമായ പ്രഖ്യാപനം, 1.5 കോടി ആ പ്രഖ്യാപനത്തിന് മാത്രമായി വകയിരുത്തിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രഖ്യാപനം വേഗത്തിലാക്കണം. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിക്കണം. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ആളുകൾ വന്നാൽ അവരെയെല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അപ്പോൾ വന്ന പട്ടിക പാതിയായി വെട്ടി വെറും 60,000 സംതിങ് ആക്കി അവരുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് അത്രയേ ഉള്ളൂ അതിദരിദ്രർ എന്ന് തീരുമാനിച്ച് നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കണക്ക് വെട്ടി കുറച്ച് പേരെ സഹായിച്ച് നിങ്ങളൊരു ഗിമ്മിക്ക് എടുക്കുകയാണ് എന്നാണ് ആക്ഷേപം. എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഈ കണക്ക് പൊളിക്കാൻ പോവുകയാണ്. ഈ ആനുകൂല്യത്തിന് പുറത്തു നിൽക്കുന്ന ഹതാശരായ മനുഷ്യരെ കൊണ്ടുവരാൻ പോവുകയാണെന്ന്. അജിംസെ, ഇത് പ്രഖ്യാപിക്കാതെ ഈ പ്രവൃത്തി നടന്നു പോയെങ്കിൽ ഇവർക്കാർക്കും അസ്വസ്ഥത ഉണ്ടാവത്തില്ലായിരുന്നു. നിങ്ങളീ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ എന്നുള്ളതല്ല, നവംബർ 1 എന്നുള്ളതാണ് പ്രത്യേകത. ഇതിന് 5 വർഷത്തെ അധ്വാനം വേണ്ടി വന്നു. 2021 തുടങ്ങിയതാണ്. ഈ 5 വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെ സർവേ പൂർത്തിയാക്കിയതും ഇത് സംബന്ധിച്ച നിലപാടെടുത്തതും അതിദാരിദ്ര്യത്തിൻ്റെ പ്രത്യേക അവസ്ഥകളെ, ഓരോ വിഭാഗത്തിനും ഓരോ അവസ്ഥകളാണ്. ചിലർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ചിലർക്ക് പാചകം ചെയ്ത ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ചിലർക്ക് കിടപ്പ് രോഗികൾക്ക് പ്രത്യേക ചികിത്സാ സമ്പ്രദായം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ചിലർക്ക് വീട് കൊടുക്കേണ്ടി വന്നു, വീടും വസ്തുവും കൂടെ തന്നെ 10,000 പേർക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വ്യത്യസ്തമായ ഓരോ കുടുംബത്തെയും ഓരോ യൂണിറ്റായിട്ട് പരിഗണിച്ച് നടത്തിയ 4 വർഷക്കാലത്തെ തുടർച്ചയായ പ്രവർത്തനമാണ്. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ഒടുങ്ങിപ്പോയെങ്കിൽ ഇവർക്ക് പരാതിയില്ലായിരുന്നു. പക്ഷേ പ്രഖ്യാപിച്ചപ്പോഴാണ് അതിൽ മമ്മൂട്ടി വരുന്നു, അല്ലെങ്കിൽ പ്രസിദ്ധ സിനിമാ നടന്മാരുടെ ഒരു വരവ് പ്രതീക്ഷിക്കുന്നു, തിരുവനന്തപുരത്ത് വലിയ ആൾക്കൂട്ടം വരുന്നു, മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ട് ഹാലിളകും. നമ്മൾ അവരെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. കാരണം അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണ്